പ്രിയപ്പെട്ടവരെ, രവിചന്ദ്രൻ സാറിൻ്റെ പുതിയൊരു വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഞെട്ടെന്ന് പറഞ്ഞാൽ പോരാ, ഞെട്ടിക്കോരിത്തരിക്കും. കാരണം സാറിൻ്റെ ഈ ഒരു പാണ്ഡിത്യം, പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യം, യഹൂദ ചരിത്രം, ഇതിലേക്കുള്ള സാറിൻ്റെ പാണ്ഡിത്യം അമേസിങ്. ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടു നോക്കിയിട്ട് നിങ്ങളിത് പറയണം. സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച്. ഈ സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂതന്മാർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ സാഹിത്യത്തിൽ ഒരാൾ കയറിപ്പോയാൽ പോയതാ, മനസ്സിലായല്ലേ? വിസ അടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പോയതാ, പിന്നെ അയാൾ വീണ്ടും തിരിച്ചു വരുന്ന ഒരു പരിപാടി യൂതന്മാർക്കിടയിലില്ല. പിന്നെ എന്തിനാണ് ഈ തിരിച്ചു വരുന്നത്? നിങ്ങൾ ആദ്യം വന്നപ്പോൾ നിങ്ങളെ കൊണ്ട് നേരെ കാര്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണല്ലോ ഈ തിരിച്ചു വരും, അല്ലേ? അല്ല, അതിന്റെ കാര്യമില്ല. നിങ്ങളൊരു പരിപാടിക്ക് വരിക, നിങ്ങൾ മിസ്സിയായിട്ട് വരിക, നിങ്ങൾ ഡ്യൂട്ടി ചെയ്ത് മുറി വൃത്തിയാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നുകൂടെ വരേണ്ടി വരുമെന്ന് പറയുന്നത് രാജമാണിക്യൻ സിനിമയൊന്നും അല്ലല്ലോ. അല്ല, ജൂതന്മാർ അത് അംഗീകരിക്കില്ല. ജൂതന്മാർക്ക് സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന സാധനമില്ല. ഉള്ള കുതിരമേൽ യേശു വരും എന്ന് റെവലേഷൻ പറഞ്ഞു, കുതിരപ്പുറത്ത്. ഇത് ജൂതന്മാർ അംഗീകരിക്കില്ല, സെക്കൻഡ് കമ്മിങ്. സാറ് ഭയങ്കര ആശയങ്ങളൊക്കെയാണ് ഉന്നയിക്കുന്നത്. ഒന്നാമതായിട്ട് യഹൂദന്മാർക്ക് പുനരുദ്ധാനം ഇല്ല, സാറിൻ്റെ കണ്ടുപിടുത്തമാണ്. രണ്ടാമതായിട്ട് ഈ യേശു ഒന്നാം വരവിലൊന്ന് ശരിയാക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ രണ്ടാം വരവിന് വന്നതെന്ന്. എൻ്റെ പൊന്ന് സാറേ, മിഖായിലിൻ്റെ സുവിശേഷമൊക്കെ അടിച്ചു വിട്ടതുപോലെ ഇനി ഇങ്ങനെ കള്ളത്തരങ്ങൾ എങ്ങനെ, കള്ളത്തരമെന്നല്ല എന്നെ പറയുന്നത്, വിവരമില്ലായ്മ എങ്ങനെയാണ് സാറേ ഇങ്ങനെ പറ്റുന്നത്? നിങ്ങളെ കൊണ്ടേ പറ്റൂ, നിങ്ങൾക്ക് മാത്രമേ പറ്റൂ. എൻ്റെ പൊന്ന് രവിചന്ദ്രൻ സാറേ, ഈ യഹൂദന്മാർക്ക് എത്ര പുസ്തകമുണ്ടെന്നെങ്കിലും ഒന്ന് നോക്കിയിട്ട് തള്ളിമറിക്കണം. സാറ് കേട്ടിട്ടുണ്ടോ പഞ്ചഗ്രന്ഥികൾ, നിബിയം, കിത്തൂബിയം എന്നൊക്കെ? ഇതെല്ലാം യഹൂദരുടെ പുസ്തകങ്ങളാണ്. യഹൂദരിൽ എന്തുമാത്രം സെക്ടേഴ്സ് ആ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സാറിന് അറിയാമോ? സദുക്കായർ, ഫരിയേസർ, നിയമജ്ഞർ എന്നൊക്കെ പറഞ്ഞ് സാറ് ബൈബിളിൽ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ? അതൊക്കെ പല പല സെക്ടേഴ്സാണ് കേട്ടോ. അതിൽ സദുക്കായർ എന്ന് പറഞ്ഞ ഒരു സെക്ടറിൽ ആൾക്കാർ മാത്രമാണ് പുനരുദ്ധാനത്തെ വിശ്വസിക്കാതിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം അത് വിശ്വസിച്ചിരുന്നു. എൻ്റെ പൊന്ന് സാറേ, ഒന്ന് ബൈബിളൊക്കെ ഇടയ്ക്ക് വായിക്കണം. ഇനി ബൈബിൾ വായിച്ചില്ലെങ്കിൽ വേണ്ട, യഹൂദ ചരിത്രമെങ്കിലും ഒന്ന് വായിക്കണം. ഇനി സാറിന് പിന്നെ പ്രത്യേകിച്ച് തള്ളിമറിക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ചുമ്മാ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. അതുപോലെ അല്ലല്ലോ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരണ്ടേ സാറിന്? എൻ്റെ പൊന്ന് സാറേ, സാറ് പറഞ്ഞതുപോലെ ഒന്നാമത് വന്ന് ശരിയാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല. കുറച്ച് യുക്തിപരമായി ചിന്തിച്ചാൽ തീരാനുള്ള പ്രശ്നമേ ഇവിടെയുള്ളൂ. പിന്നെ വേറൊരു കാര്യമുണ്ട്, യുക്തിപരമായിട്ടൊക്കെ ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. എന്തായാലും സാറിന് ഞാനത് വിശദമായിട്ട് ഇതിന് ശേഷം ഒന്ന് പറഞ്ഞുതരാം. ഇനി പഴയ നിയമത്തിൽ മിശിഹായുടെ വരവിനെക്കുറിച്ചുള്ള നിരവധി പ്രവചനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വരവെന്ന് പറഞ്ഞാൽ രണ്ട് വരവുണ്ട്, ഒന്നാം വരവും രണ്ടാം വരവും. സാറിന് ഞാൻ പഴയ നിയമത്തിൽ യഹൂദരുടെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്ത് സാറിന് പറഞ്ഞുതരാം. അപ്പോൾ സാറിന് മനസ്സിലാവും ഈ പുനരുദ്ധാനം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളണേ. പഴയ നിയമ പ്രവചനങ്ങൾ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് രണ്ട് ആഗമനങ്ങളുടെ അടിസ്ഥാനപരമായ അനുമാനം കാണിക്കുന്നു. ഉദാഹരണത്തിന് മിഖാ പ്രവാചകന്റെ പുസ്തകം 5:2, ഏശയ്യാ 7:14 എന്നിവ ആദ്യ വരവ് പ്രഖ്യാപിക്കുന്നു. ഏശയ്യാ 53:8-9 കഷ്ടപ്പാട് മരിക്കുന്നതുമായ ഒരു മിശിഹായെ പ്രവചിക്കുന്നു. ഏശയ്യാ പ്രവാചകൻ 53:11-12 ജീവനും മഹത്വവും നൽകപ്പെടുന്ന ഒരു മിശിഹ. ദാനിയേൽ 9:26 മിശിഹ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം കൊല്ലപ്പെടുന്നതായിട്ട് വിവരിക്കുന്നു. അതായത് സാറ് ശ്രദ്ധിക്കാനുള്ളത്, യേശു ക്രിസ്തുവിനും 600 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഏശയ്യാ എന്ന പ്രവാചകൻ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ മിശിഹായുടെ ജനനം, അവൻ്റെ കുരിശുമരണമൊക്കെ വ്യക്തമായിട്ട് പ്രവചിക്കുന്നുണ്ട്. ഏശയ്യാ 53:5 ഞാനൊരു വചനം ഉൾപ്പെടെ കോട്ട് ചെയ്യാം, അപ്പോൾ പിന്നെ സാറിന് സംശയം വരില്ല, പോയി ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന്. അപ്പോൾ സാറൊന്ന് ശ്രദ്ധിച്ച്, ഒന്നാം വരവിൽ ഉള്ള പ്രവചനങ്ങൾ തന്നെ അനേകമുണ്ട്. ഉൽപ്പത്തി മുതൽ മലാഖി പ്രവാചകൻ വരെയുള്ള പുസ്തകങ്ങളിൽ അനേകം ഒന്നാം വരവിൻ്റെ പ്രവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവൻ ജനിക്കുന്നത് എവിടെ, അവൻ്റെ ഫാമിലി ട്രീ എവിടെ, അവൻ എവിടെ വരും, എങ്ങനെ ജനിക്കും, എല്ലാം വ്യക്തമായിട്ട് പ്രവചിക്കുന്നുണ്ട്. അവൻ കുരിശിൽ മരിക്കുമെന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതും പ്രവചനത്തിലുണ്ട്. അതായത് യഹൂദന്മാർക്ക് ഇതിൻ്റെ മണ്ടേ കൺഫ്യൂഷൻ ഇല്ല, രവിചന്ദ്രൻ സാറിന് കൺഫ്യൂഷനുണ്ട്. എന്താണ് സാറേ ഇങ്ങനെ? പിന്നെ സാറ് പറഞ്ഞതുപോലെ യഹൂദന്മാരുടെ പുസ്തകത്തിൽ രണ്ടാം വരവിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് സാറ് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു പ്രവാചകന്റെ പുസ്തകം, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോഫറ്റ് ഇൻ ജുദായിസം കേട്ടിട്ടുണ്ടോ സാർ? ദ പ്രോഫറ്റ് ഡാനിയൽ എന്ന്. എവിടെ കേൾക്കാൻ? മിഖായിലിൻ്റെ സുവിശേഷം പോലെ
അല്ല, ഇത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 13 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. 7-ന്റെ 13, 14 ഒന്ന് ശ്രദ്ധിച്ചോളാം രവിചന്ദ്രൻ സാറേ. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവൻ പുരാതനായവന്റെ മുമ്പിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അത് ഒരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജത്വം അനശ്വരമാണ്. ദ കിങ്ഡം ഈസ് എറ്റേണൽ. മിശിഹായുടെ കിങ്ഡം എറ്റേണലാണ്. അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു വയ്ക്കുന്ന പഴയ നിയമത്തിൽ യഹൂദന്മാരുടെ വിശ്വാസമാണ് ഞാനിവിടെ പറഞ്ഞത്. സാറല്ലേ പറഞ്ഞ അവർ വിശ്വസിച്ചിട്ടില്ലെന്ന്. അപ്പോൾ പിന്നെ ഈ ദാനിയേലിൻ്റെ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്തിനാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പോൾ സാറ് വിചാരിക്കും ദാനിയേൽ മാത്രമേ ഉള്ളൂ. അവിടെയല്ല. ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. മറ്റു പഴയ നിയമ പ്രവചനങ്ങൾ, ഉദാഹരണത്തിന് ഇപ്പോൾ സക്കറിയ 14-1 മുതൽ 9 വരെയുള്ള വചനങ്ങളിലൊക്കെ നമുക്ക് കാണാം അവസാന യുദ്ധം. സാറ് പറഞ്ഞില്ലേ കുതിരപ്പുറത്ത് ഇങ്ങനെ ടക്കടക്കയെന്ന് പറഞ്ഞ് യേശു വരും എന്നൊക്കെ പറഞ്ഞില്ലേ? കുതിരപ്പുറത്ത് വരുന്നതിനെക്കുറിച്ചും അവസാന യുദ്ധത്തെക്കുറിച്ചൊക്കെ പഴയ നിയമ പ്രവചനത്തിലുണ്ട് കേട്ടോ. അത് പുതിയ കാര്യമല്ല. അപ്പോൾ സാറ് അതും വായിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ പറയുന്നത്? ഇനി സാറൊന്ന് ശ്രദ്ധിച്ച്, പഴയ നിയമത്തിലെ പല പ്രവചനങ്ങളും ക്രിസ്തുവിൻ്റെ ആത്യന്തികമായ വിജയം പ്രവചിക്കുന്നു. അത് രണ്ടാം വരവിൽ സംഭവിക്കും. സക്കറിയാവിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള പ്രസ്താവനകൾ ഇതിൽ ഉൾപ്പെടുന്നു. നമ്മൾ നേരത്തെ കേട്ടില്ലേ സക്കറിയ. ഞാൻ കുറച്ച് വചനങ്ങൾ പറയാം. സക്കറിയ 9-ന്റെ 14, 15, 12-ന്റെ 10 മുതൽ 14 വരെയുള്ള വചനങ്ങൾ, 13-ന്റെ 1 ഒക്കെ പറയുന്നു. അതുപോലെ ആമോസ് പ്രവാചകൻ, യഹൂദന്മാരുടെ വൺ ഓഫ് ദ സ്ട്രോങ് പ്രൊഫറ്റാണ്. ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 9-ന്റെ 11 മുതൽ 15, ജെറേമിയ പ്രവാചകൻ 30-ന്റെ 18, 32-ന്റെ 44, 33-ന്റെ 11, ജോയേൽ പ്രവാചകന്റെ പുസ്തകം 3-ന്റെ 1 ഒക്കെ ഇസ്രായേലിനെ രക്ഷയിലേക്ക് നയിക്കാൻ മിശിഹ വിജയത്തോടെ വരുന്നതായിട്ട് വിവരിക്കുന്നുണ്ട്. ഇതാണ് ഈശോയും പറഞ്ഞത്. അപ്പോൾ സാറ് ഇതൊരു പുതിയ കാര്യമല്ല, ഇതൊക്കെ യഹൂദന്മാർക്കറിയാം. ഇനി സാറിന് ഞാൻ കുറച്ച് ഹിസ്റ്ററി അങ്ങോട്ട് പഠിപ്പിക്കാം. അതായത് ബൈബിളിൽ ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കുണ്ട് പുതിയ നിയമത്തിൽ, ദ ന്യൂ ടെസ്റ്റമെൻറ്റിൽ. അതിൻ്റെ പേരാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ, നടപടി പുസ്തകം എന്നൊക്കെ നമ്മൾ പറയും. ഈ പുസ്തകത്തിൽ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അല്ലെങ്കിൽ സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോൾ മാലാഖമാർ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ഗലീലയിലെ പുരുഷന്മാരെ, അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവർ മടങ്ങി വരും. അപ്പോസ്തല പ്രവർത്തനം 1-11 അതായത് പോയതുപോലെ ഹീ വിൽ കം ബാക്ക്, അവൻ വീണ്ടും വരുമെന്ന് പറയുകയാണ്. കണ്ടോ? അപ്പോൾ യഹൂദന്മാർക്ക് കൺഫ്യൂഷനില്ല. ഇനി യേശുവിൻ്റെ രണ്ടാം വരവ് ഒലിവ് മലയിൽ ആയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സക്കറിയ പ്രവചന പുസ്തകത്തിൽ അത് കാണാം നമുക്ക്, ഒലിവ് മലയിൽ വരുമെന്നുള്ളതൊക്കെ. പിന്നെ ഇനി സാറ് ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. യേശു തന്നെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണം മത്തായി 24:30 ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ആ സമയത്ത് മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് പ്രത്യക്ഷപ്പെടും, ഭൂമിയിലെ എല്ലാ ജനതകളും വിലപിക്കും, മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വത്തോടും കൂടെ ആകാശമേഖലയിൽ വരുന്നത് അവർ കാണും. തീത്തോസ് 2:13 പൗലോസ്ലീഹ പറയുന്നുണ്ട് മഹത്വപൂർണ്ണമായ പ്രത്യക്ഷത. അപ്പോൾ യേശു തന്നെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ അവൻ്റെ രണ്ടാം വരവ് വിശദമായിട്ട് യഹൂദർക്ക് പറയുന്നുണ്ട്. യഹൂദന്മാർക്ക് ഡൗട്ടില്ല. അതായത് 24 മണിക്കൂറും ഈ പഞ്ചഗ്രന്ഥികളും അല്ലെങ്കിൽ നിബിയും കിത്തീബും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന യഹൂദന്മാർക്ക് ഡൗട്ടില്ല. ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ശരിയാ, മിശിഹയാണെങ്കിൽ അവൻ രണ്ടാമെന്ന് വരും എന്നുള്ളത് അവർക്ക് ഉറപ്പുണ്ട്. സാറിനാണ് ക്വസ്റ്റ്യൻ. ഇനി കൂടാതെ രണ്ടാം വരവിന് സ്വന്തം അവകാശവാദങ്ങൾ യേശു ഉന്നയിക്കുമ്പോൾ പഴയ നിയമ പ്രവചനങ്ങളുമായി യേശു നേരിട്ട് താരതമ്യം ചെയ്യുന്നതായിട്ട് തിരുവഴുത്ത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് വെൻ ജീസസ് സേ ദാറ്റ് ഐ വിൽ കം അഗൈൻ, ഞാൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്ന് ഞാൻ വീണ്ടും വരും എന്ന് പറയുമ്പോൾ ഈശോ കോട്ട് ചെയ്തത് പഴയ നിയമത്തിലെ ഭാഗങ്ങളാണ്. ഉദാഹരണം മത്തായി 24:31 യേശു പറയുന്നു, വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും, അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്നും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. മാർക്കോസ് 13:27 എന്നിവയിലും ഈ വചനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാം. ഇത് പഴയ നിയമത്തിൽ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 27-ാം അധ്യായം 13 തിരുവചനം, 11-ാം അധ്യായം 12 തിരുവചനം എന്നിവയുടെ വിവരണങ്ങൾക്ക് സമാന്തരമാണ്. അപ്പം മൊത്തത്തിൽ പറഞ്ഞ എബ്രായ തിരുവെഴുത്തുകൾ സൂചിപ്പിക്കുന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ടവൻ പ്രത്യക്ഷപ്പെടുകയും അവൻ മരിക്കുകയും അവൻ ഉയർപ്പിക്കപ്പെടുകയും തുടർന്ന് വിജയത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ട നിത്യത വരെ അവൻ്റെ രാജ്യം നിലനിൽക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ സാറേ, അപ്പോൾ ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. സാർ ഒരു കാര്യം ചോദിച്ചായിരുന്നു, എന്താ യേശുവിന് ആദ്യമേ വന്ന് അങ്ങ് ശരിയാക്കിയിട്ട് പോയാൽ പോരാന്ന്. സാറേ ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോളണേ.
എനിക്കും സാറിനും ലോകത്തിലെ സകല മനുഷ്യർക്കും പരിഹാരം ചെയ്ത് നാം ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് നാം നിത്യത വരെ നരകത്തിൽ കിടക്കുന്നതിന് പകരക്കാരനായിട്ട് അവൻ കുരിശിൽ ആ വേദന മുഴുവൻ സഹിച്ച് നമ്മളെ രക്ഷിച്ചു. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ. നമ്മുടെ പാപത്തിന് പരിഹാരം അവൻ ചെയ്തു, നമ്മളെ വീണ്ടെടുത്തു. വീണ്ടെടുത്ത ജനത വീണ്ടെടുത്തവൻ ആഗ്രഹിച്ചതുപോലെ ജീവിക്കണം, അല്ലേ? വീണ്ടെടുത്തവൻ ആഗ്രഹിച്ചത് എന്താണ്? അത് നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കണം. അപ്പോൾ നമ്മൾ ഈ കൽപ്പനകളൊക്കെ തെറ്റിച്ച് നടന്നാൽ ഇതിനൊരു വിധി വേണ്ടേ സാറേ? കാരണം ജീവൻ തന്ന് ഒരുത്തൻ നമ്മളെ നേടിയതല്ലേ, അപ്പോൾ അവന് നമ്മളെ വിധിക്കാൻ പറ്റും. അതുകൊണ്ട് അവൻ വീണ്ടും വരേണ്ടതാണ്. വന്നില്ലെങ്കിലാണ് പ്രശ്നം. അപ്പം അവൻ വീണ്ടും വരും. വീണ്ടും വന്നിട്ട് പറയും, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചതല്ലേ മകനെ എന്ന് ചോദിക്കും. സാറിന് മനസ്സിലായോ? അപ്പോൾ ഒന്നാം വരവിൽ വന്ന് ശരിയാക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, ഒന്നാം വരവിൽ വന്ന് അവൻ സർവ്വതും പൂർത്തീകരിച്ചു. മുഴുവൻ മനുഷ്യരാശിയെയും വീണ്ടെടുത്തു. തൻ്റെ പാപത്തിൽ നിന്ന് അവൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അവിടെയാണ് ഈ പ്രശ്നം. അപ്പോൾ അവൻ്റെ ഒരു വരവും കൂടെ വേണം. അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ എങ്ങനെ നീതിമാൻ എന്ന് വിളിക്കും? എങ്ങനെ നമ്മൾ റൈറ്റസ് എന്ന് വിളിക്കും? ഇനി ഒന്നാം വരവിൽ വന്ന് സാറ് പറഞ്ഞതുപോലെ ഇതൊന്നും നോക്കാതെ മനുഷ്യനെ രക്ഷയിലേക്ക്, അത് കുറച്ച് ഡീറ്റെയിൽഡ് വലിയ ടോപ്പിക്കാണ്, എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ അത് ഈ ചെറിയ വീഡിയോ പറയാൻ പറ്റത്തില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഫോർ ക്രക്സ് ഓഫ് ദറ്റ് ഞാൻ പറയാം എന്താണെന്ന്. ഒന്നാം വരവിൽ വന്ന് ഇതുപോലെ സാറ് പറഞ്ഞതുപോലെ മുഴുവൻ ആൾക്കാരെ ഈ പാപം ചെയ്തവരെയൊക്കെ പിടിച്ച് നരകത്തിൽ അങ്ങോട്ട് അല്ലാത്തവരെയൊക്കെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയ സാറ് തന്നെ ചോദിക്കും, നിങ്ങൾ തന്നെ ചോദിക്കും, ആ പാവപ്പെട്ട അവർക്കൊന്ന് അനുദപിക്കാൻ നിങ്ങളൊരവസരം കൊടുത്തോ? അവർ ചെയ്ത പാപത്തിൽ അവർ മാത്രമല്ല, പല കാരണങ്ങളുണ്ട്, അവരെ രക്ഷിക്കാൻ നിങ്ങളൊരു ചെറുവിരൽ അനയ്ക്കൂ എന്ന് ചോദിക്കും. അപ്പോൾ ദൈവം ഓൾറെഡി ഡൺ ദാറ്റ് ത്രൂ ഹിസ് സൺ. അതുകൊണ്ടാണ് ഫിലിപ്പിയരുടെ പുസ്തകത്തിൽ ഇങ്ങനെ വചനം എഴുതി വച്ചിട്ടുണ്ട്, അവൻ ദൈവമായിരുന്നെങ്കിലും ദൈവമായിട്ടുള്ള സമാനത നിലനിർത്താതെ അവൻ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. അവൻ തന്നെ താഴ്ത്തി കുരിശുമരണം വരെ അവൻ നമുക്ക് വേണ്ടി നിന്നു. അവൻ മരിച്ചു എന്ന് നമുക്ക് വേണ്ടി. മനസ്സിലായ സാറേ? അതുകൊണ്ട് അവന് വന്ന് ഇനി നമ്മളെ വിധിക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് ദ റൈറ്റസ് നേച്ചർ ഓഫ് ഗോഡ്. ദാറ്റ്സ് വൈ വി കോൾ ഗോഡ് ആസ് ജൂഡി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ട്. സാറിന് ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ സാറിൻ്റെ അടുത്ത് പറയുന്നത്, സാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കുറച്ച് യുക്തി ഉപയോഗിക്കണം കേട്ടോ. കുറച്ച് ലോജിക്കൽ റീസണിങ്, കുറച്ച് റാഷണലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിതിനൊക്കെ മറുപടി കിട്ടും. അപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.